ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റെസിപ്പീസാണ്. അതായത് നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഉണ്ടാക്കിയ ഡിന്നർ റെസിപ്പി. പിന്നെ ഇവിടെ ഒരു ഫിലിപ്പീനി മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എൻ്റെ ഓഫീസിൻ്റെ അടുത്ത്. അന്നേരം അവിടുത്തെ ചെറിയൊരു ഫണ്ണ്, അതായത് സിയാൻ്റെ കുറച്ച് കാഴ്ചകൾ ഇതൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യം തന്നെ ഞാനിപ്പം അടുപ്പ് കത്തിച്ച് ഒരു ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു 3-4 കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടായതും ആ ചട്ടിയിൽ ചുറ്റിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം മാത്രമേ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ എണ്ണ എത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേ അതിൻ്റെ അകത്തോട്ട് ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ് ഇഞ്ചിയും ഒരു 6-7 ചെറിയ ഉള്ളിയായിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 3-4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇടാവുന്നതാണ്. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ഇടുന്നത് കാശ്മീരി മുളകും അല്ലാത്ത മുളകും രണ്ടും കൂടെ മിക്സാക്കിയാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കാശ്മീരി മുളക് കുറച്ച് എരിവുള്ളതാണ്. ഈസ്റ്റേണിൻ്റെ മുളക് ഇവിടെ കിട്ടുന്ന കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അത് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവേ. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ആ പുളിയുടെ ഒപ്പം ഒഴിച്ച വെള്ളവും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചേക്കുക. എന്നിട്ട് ആ പുളിരസം അതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം. അതുകൊണ്ടാണ് അങ്ങനെ വെള്ളം ഒഴിച്ചത്. എന്നിട്ട് ആ വെള്ളം ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വഴട്ടുക. അപ്പോൾ ആ പൊടികളും ഒന്ന് വഴണ്ട് കിട്ടും, ഈ പുളി ഒന്ന് ഇറങ്ങുകയും ചെയ്യും. എന്നിട്ട് മീനിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതല്ലാണ്ട് ഒത്തിരി മീനിൻ്റെ റെസിപ്പീസ് പണ്ടത്തെ വ്ളോഗിലൊക്കെ ആണെങ്കിലും ഇട്ടിട്ടുണ്ട്. അത് വേണമെന്നാണെങ്കിൽ നോക്കിക്കുക. കാരണം മുളകിട്ട രീതിയിലുള്ള മീൻകറി തന്നെ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, തലക്കറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ മീൻ. ഇതിപ്പം ഞാൻ മീൻ ഇട്ട ഉടനെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. ഇല്ലെന്നാണെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക്, അതവിടെ വേഗം വെച്ചു, ഇനി ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് നനച്ചെടുക്കുന്നത്. വിനാഗിരി ഒഴിച്ച് നനച്ചെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല, അതായത് നമ്മൾ ഈ അരച്ചെടുക്കുന്ന പരുവത്തിൽ, നല്ല കുഴമ്പ് പരുവത്തിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പം നമ്മൾ മീൻ ഫ്രൈ ആക്കാനുള്ളതിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കിയതാണ്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനിൻ്റെ അകത്തോട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് മീൻ വേണേലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ക്ലിയറാക്കി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറേലും വെക്കാൻ ശ്രമിക്കുക. ഞാനിതിപ്പം ഏതൊക്കെയാലും മറക്കുന്നില്ല. ഇതെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുക ചെയ്തിട്ടുള്ളത്. ഈ സമയം നമ്മൾ അവിടെ മീൻ കറിയാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നേരത്തേക്കും വെന്ത് വന്നായിരുന്നു. അതുമല്ല, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി തവി ഇടരുത്, ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ 2 സൈഡും കൂട്ടി പിടിച്ച് അങ്ങനെ ഇളക്കാനേ പാടുള്ളൂ. ഇല്ലെന്നാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. ഇനിയിപ്പം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറി അവിടെ റെഡിയാവും. മിനിമം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഈ കറി എടുത്ത് കഴിക്കുക. അന്നേരമാണ് നമുക്ക് ശരിക്കും ആ പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി കിട്ടുക. വേണമെന്നുണ്ട് അന്നേരം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനിയിപ്പോൾ അടുത്തൊരു കറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൻപയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാനിവിടെ പച്ചക്കായ എടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ ശരിക്കും അതിൻ്റെ തോല് ഫുള്ളായിട്ട് ഇങ്ങനെ അടർത്തി മാറ്റി കളയുന്നില്ല. അതിൻ്റെ പുറമേയുള്ള ആ ഒരു കരിന്തൊലി ഉണ്ടല്ലോ, അത് മാത്രം ജസ്റ്റ് ഇത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഒന്ന് നമ്മളുടെ കത്തിയും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അതിങ്ങനെ കിട്ടിക്കോളും. ഇത്രയും മാത്രമേ കളയുന്നുള്ളൂ. അങ്ങനെ രണ്ടും ക്ലീൻ ആക്കി എടുത്തിട്ട് ഇത് ചെറിയ പീസാക്കി പാത്രത്തിലേക്ക്, ഒരു വെള്ളത്തിലേക്ക് ഇത് അരിഞ്ഞിട്ടിട്ട് ഒന്നൊന്ന് കഴുകിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കറ അങ്ങ് പോയും കിട്ടും. എന്നിട്ട് അങ്ങനെ ആ കഴുകിയെടുത്ത് ഞാനിപ്പോൾ ഇട്ട് പയറുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇതിപ്പം വലുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് എന്നാത്തിനാന്ന് വെച്ചാൽ പയറിൻ്റെ ഒപ്പം ഞാൻ ഒന്നിച്ച് വേവിക്കുക. അതുകൊണ്ടാണ് ഇത് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ
ഇങ്ങനെ ചെയ്യേണ്ട, സെപ്പറേറ്റ് നമ്മൾ തോരനാക്കുന്ന പോലെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിൻ്റെ അകത്തൊന്ന് വിസിൽ കേട്ട് അത് വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി എടുത്ത് ചൂടാക്കിയിട്ട് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർത്തേക്കുക. കാരണം നമ്മൾ പയറാണല്ലോ, ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കാൻ പറഞ്ഞ്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് സവോളയും ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയതും ഇതിൻ്റെ അകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കായും പയറും കൂടി ഇടുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പം വേണമെങ്കിൽ ഉപ്പോ എന്നാണോ ആവശ്യമുള്ളത് അത് വേണം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മളുടെ കായും പയറും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു കൂട്ടുകറി സമാനമായിട്ടുള്ളൊരു സംഭവം ഇത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ഒരു ഐറ്റത്തിന് വേണ്ടി ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിക്കുക. കടുക്, കറിവേപ്പില ചെറുതായിട്ട്, അതായത് ഇതിവിടെ ഞാൻ നീളത്തിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അരിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഇങ്ങനെ തന്നെ അരിയണം എന്നൊന്നുമില്ല, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കി അരിഞ്ഞാലും ഓക്കെ. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഞാനിവിടെ ഇട്ടിരിക്കുന്നത് മസാലപ്പൊടിയാണ് കേട്ടോ. അത് ചിക്കൻ മസാലയോ മീറ്റ് മസാല ഏതാണേലും കുഴപ്പമില്ല. പിന്നെ മുളക് പൊടി ഇടണം എന്നുള്ളവർക്കിടാം, ഞാൻ ഇടുന്നില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്നത്, കാരണം എനിക്കത് ആ വലുതായിട്ട് കിടന്ന് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിവിടെ വലുതായിട്ട് അരിഞ്ഞത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സും കൂടെ ചെയ്ത് കൊടുത്ത് നമ്മുടെ അടിപൊളി കറി റെഡി. നല്ല ടേസ്റ്റായി കറിക്ക് കേട്ടോ. പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് കപ്പ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇപ്പം തന്നെ ചേർത്തു. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ സാധാരണ ഞാൻ അരപ്പിനാണ് ചേർക്കുന്നത്. ഇത്രയും വെച്ചിട്ട് അത് അവിടെ വേഗം വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 2 സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് 1 കപ്പ് റവയും കൂടെ ചേർത്ത് ആ റവ ഈ നെയ്യ് ഫുള്ള് വലിച്ചെടുക്കണം. ആ ഒരു പരുവത്തിൽ മിക്സാക്കി എടുക്കുക. ആ റവ ഒന്ന് ചൂടായി വന്നാൽ മതി, അല്ലാതെ അത് ഭയങ്കരമായിട്ട് വറുത്ത് കോരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചു. അതേ പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും 1/2 കപ്പ് പാലും ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവയുണ്ടല്ലോ, ആ റവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോ, ഇല്ലെന്നാണ് ആ റവ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് ഇളക്കി വേണം ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുഴുവൻ റവ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാനിവിടെ റവയുടെ കേസരി ആക്കുന്നത്. ഈ സംഭവം ശരിക്കും പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാമൻ ആക്കിയിട്ട് വരുമായിരുന്നു. ഇത് റവ കേസരി എന്നല്ല, അന്ന് നമ്മൾ സീറോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയായിരുന്നു അറിഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് തമിഴ്നാട്ടിൽ പോയപ്പോഴല്ല ഇതിൻ്റെ പേര് ശരിക്കും കേസരിയാണ് എന്നുള്ളത്. പക്ഷെ അന്ന് മാമൻ ആക്കിക്കൊണ്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സ്റ്റീലിൻ്റെ റൗണ്ടിലുള്ള പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് മുറിച്ചെടുക്കുന്ന പരുവത്തിലായിരുന്നു. അത് വേറൊരു ടേസ്റ്റായിരുന്നു. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം ഞാൻ 1.5 ആ അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ച്, ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഏലക്കാപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പ്, 1 തരി ഉപ്പും കൂടെ ചേർത്ത് ശരിക്കും മിക്സാക്കി, എന്നിട്ട് നെയ്ക്കകത്ത് കാഷ്യൂനട്ടും കൂടെ ഫ്രൈ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഈ പരുവമാകുന്നത് വരെ മിക്സ് ആക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി കേസരി, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്ന സമയത്താണെങ്കിൽ അവിടെ കേസരി കളർന്ന് തന്നെ പറഞ്ഞ് പല കളർ വാങ്ങാൻ കിട്ടും. ഇതിപ്പം നമുക്ക് വീട്ടിലാക്കുമ്പോൾ പെട്ടെന്ന് കളറൊന്നും ഇല്ലാണ്ട് ചെയ്യണമെന്നാണെങ്കിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി പറഞ്ഞത്. ഇല്ലെന്നാണ് നിങ്ങൾക്ക് കളർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇത് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട, അതിപ്പോൾ തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, ചെറിയ ജീരകമാണ്, പച്ചമുളക്, ഇത്രയും ചേർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി, അതായത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി.
ഇപ്പോഴത്തേക്ക് ആ കപ്പ വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഞാൻ ഉടച്ചെടുക്കുക. ഇതൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിൻ്റെ അകത്തോട്ട് ആ അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇതൊന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. മിക്സാക്കി ഒരു പൊടിക്ക് വെള്ളം കൂടി ഒഴിക്കുക. വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചാൽ നമ്മളുടെ കപ്പ ഒന്ന് റെഡിയായി കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് ഞാനിപ്പോൾ ഉണ്ടല്ലോ കടുകും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട്. അന്നേരം ഒരു കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. സാധാരണ ഇത് ചെയ്തില്ലേലും കുഴപ്പമില്ല, ഇത് എക്സ്ട്രാ ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ. കടുക്, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതിനകത്ത് ഉറപ്പായിട്ടും ഇടാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി കിട്ടുമ്പം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിക്കഴിഞ്ഞ് ഇത് നമ്മൾ മിക്സാക്കി വെച്ച കപ്പയുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കപ്പ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഒരു സിമ്പിൾ രസം എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് രസം ഇനി ഉണ്ടാക്കാൻ പറ്റൂല, അത്രയും സിമ്പിൾ രസമാണ്. പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1-2 സ്പൂണ് ജീരകവും ഒരു 5-6 അല്ലി വെളുത്തുള്ളി കൂടെ നന്നായിട്ട് ആ ഇടികല്ലിൽ ഇടിച്ചെടുക്കുക. ഇതാദ്യം എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കറിവേപ്പില, വറ്റൽമുളക് ഇത് രണ്ടും കൂടി ഇട്ട്, ഇത് രണ്ടും ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെന്നാണെങ്കിൽ ഡയറക്റ്റ് മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടി അത് ഞാൻ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിക്കുക. ഇത്രയും മൂപ്പിച്ച ശേഷം ഇതിൻ്റെ അകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് വെള്ളമാക്കിയതാണ്. എന്നിട്ട് ആവശ്യത്തിന് അത് നന്നായിട്ട് മിക്സാക്കി വെള്ളം എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. പിന്നെ രസത്തിന് എന്തോരം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇത് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിൻ്റെ അകത്തോട്ട് മല്ലിയിലയും കൂടി ഇടുക. ഇത്രയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ രസം റെഡി ആയിട്ടുണ്ട്. ഇത് രസം ഉണ്ടാക്കണം എന്നാൽ പിന്നെ ഒത്തിരി അങ്ങ് സ്റ്റെപ്പ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളി സംഭവമാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഫുഡ് ഐറ്റംസ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫിലിപ്പീനി മാർക്കറ്റ് ഉണ്ടായിരുന്നേ. ഇവിടെ ശരിക്കും ഒരു ഏരിയയിൽ ഫുള്ള് പിള്ളേർക്ക് കളിക്കാനുള്ള രീതിയിൽ അവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഇവിടെ സിയാനെ കൊണ്ട് കയറണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നടന്നില്ല. ഇന്നലെ പിന്നെ പുറത്ത് പോയി തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ കയറുകയാണ് ചെയ്തത്. അങ്ങനെ ആ കാറിലൊന്നും ഇരുന്ന്, കാരണം ബട്ടർഫ്ലൈയുടെ കാർ ലൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കയറാമെന്ന് അവൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങനെ അപ്പനും മകളും കൂടെ കാറിൽ റൈഡ് പോവുക. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടുണ്ടല്ലോ അവരുടെ ഇങ്ങനെ ക്യാമ്പ് പോലെ, എന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് ഉണ്ട്, സ്റ്റേജിൽ പെർഫോമൻസ് നടന്നുകൊണ്ടുണ്ടാകും. അതുകൂടാണ്ട് അതിൻ്റെ ഇപ്പുറത്ത് കുറേ ഡ്രസ്സിൻ്റെയും അതുകൂടാതെ പെറ്റ് ഷോപ്പ്, ഫുഡിൻ്റെ ഷോപ്പുകൾ, അതുകൂടാതെ ഗെയിംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ആൾക്കാർക്കൊരു ഈവനിങ്ങിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ പോലെ. അങ്ങനെ ഇതാണ് ആ പ്ലേസ്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.